ഇന്നുണ്ടല്ലോ കുഞ്ഞമത്തിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഉപ്പൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി നെല്ലിക്ക ഇട്ടിട്ട് മത്തി വെറ്റിച്ചത്. അതിന് വേണ്ടിയിട്ട് ഉണങ്ങിയ നെല്ലിക്ക ഉണ്ടല്ലോ, ഉണക്ക നെല്ലിക്ക ആദ്യം തന്നെ ചുടുവെള്ളത്തിൽ നല്ല രീതിയിൽ കുതിർത്തി വെക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു കുരു ഒഴിവാക്കിയിട്ട് നമ്മൾ മിക്സിയിൽ പേസ്റ്റ് രൂപത്തിൽ അരിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ അരിച്ചെടുക്കുക. ഇത്രയും നമുക്ക് ആവശ്യമില്ല, കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും കേട്ടോ. പിന്നെ വേണ്ടത് ഒരു തക്കാളി, 3 പച്ചമുളക്, 3 പച്ചമുളക്. തക്കാളി നല്ല രീതിയിൽ അരിഞ്ഞിട്ടതിൻ്റെ ശേഷം അതിലേക്ക് ഉലുവ, ഉപ്പ് ഇതൊക്കെ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ കുഴച്ചെടുക്കുക കേട്ടോ. പിന്നെ നോക്കിയപ്പോഴാണ് കരിയേപ്പിൻ്റെ എല്ലാം വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തൊടിയിലേക്ക് പോയിട്ട് കരിയേപ്പൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ തന്നെ എൻ്റെ ഉമ്മ എന്താക്കി മല്ലി, മുളക്, പിന്നെ ഉപ്പ് ഒക്കെ പാകത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുളകിനേക്കാളും കൂടുതലായിട്ടാണ് മല്ലി വേണ്ടത്. എന്നിട്ട് ഇതെല്ലാം തന്നെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നെല്ലിക്കയുടെ ആ ഒരു പേസ്റ്റും കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് പിന്നീട് നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യത്തിന് ഇട്ടാൽ മതി. എന്നിട്ട് ആ ഒരു മീനും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. കൂടുതലായിട്ട് കുഴക്കരുത്, അങ്ങനെ ആകുമ്പോൾ മീൻ ഉടഞ്ഞു പോവുക. ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തത് ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെക്കുക. എന്നിട്ട് കുറച്ച് പുളിയുടെ വെള്ളം, കൂടുതൽ വേണ്ട, ആ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ചൊരു പുളിയുടെ വെള്ളം വെച്ചിട്ട് നമ്മൾ അടുപ്പോ ഗ്യാസോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്മാക്കിയിട്ട്, അതായത് ലോ ഫ്ലെയിമിൽ നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് എടുക്കുന്നതിൻ്റെ മുമ്പ് ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള മത്തി വറ്റിക്കൽ റെഡി ആയിട്ടുണ്ടാവുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.